ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിത. ജനിച്ചു വീഴുന്ന പിഞ്ചോമലയുടെ ഇളം കരച്ചിൽ കേട്ടാൽ കാതോർത്ത് കിടക്കുന്ന പെറ്റമ്മ തന്റെ കുഞ്ഞൻ ഇനി ഒരിക്കൽ സ്വന്തം ചെല്ലുകൾക്കുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് താലോലിക്കാൻ ഒരു വിത്തായി അതെന്നും നിലകൊള്ളുന്നു പൂതപ്പാട്ട്. ഉണ്ണി, ഉണ്ട കണ്ണും കൂർത്ത നഖങ്ങളും ചോര കുടിക്കുന്ന ചുണ്ടുകളുമായി ഭൂതം വരും. അതൊരു കഥയാണ്. എന്റെ ഉണ്ണിക്ക് അമ്മ ഇത് പറഞ്ഞു തരാട്ടോ. ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനൂറ്റിട്ടൊരു നീ പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാറ്റേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാന തമ്പിലി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഉമ്പരിച്ചാലും തലയിൽ വെച്ചാലും തേനരിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിട്ടു തങ്ക കട്ടിൽ പട്ടു വിരിച്ചിട്ട് അങ്ങനെ പൂന്തുട തട്ടിയുളക്കിട്ട് ചാഞ്ഞുമയങ്ങുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാലും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളി കൗതുകമേറിക്കഴിഞ്ഞു. സൂക്ഷിക്കണേ, എന്റെ കുട്ടി തിരിച്ചു വരണവരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും. കൊച്ചു പിളപ്പിലെ കിളിവാലിലപ്പോൾ തുറന്നു ഭൂതം. ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി, ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതമോരോ മലപ്പെൺകിടാവായി പൂത്തമരത്തിൻ്റെ ചുട്ടിലും. ഉണ്ണി, വാ, നമുക്ക് കളിക്കാം. ഉണ്ണി, ആ എഴുത്താണ്ടി ഒന്ന് കളഞ്ഞേക്ക്. എനിക്ക് പള്ളിക്കൂടത്തിൽ പോണം. പൊയ്ക്കോ. അതിനു മുൻപ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്ക്. മങ്ങി മഞ്ഞ
കന്യകവിയുങ്ങി വീരങ്കണത്തിലെ ചെങ്ങി എഴുതുവാൻ പോയ ഇടാവ് വന്നീവിടെ പോയി ആറ്റിക്കരളിലോളം അവരെ വിളിച്ചു നടന്നാളമ്മ പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. എല്ലാം അതിനൊക്കെയല്ല എനിക്കെന്റെ പൊന്നോമന. നിനക്ക് ഞാനെന്നെ കണ്ണാണ് പിഴുതെടുത്ത് തരാ. എനിക്കെന്റെ പൊന്നോമനെ തിരിച്ചു താ. തിരിച്ചു താ എന്റെ പൂതമേ. ചേരോട് വന്നും ജനിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം പാണ്ടോടെടുക്കും നോദിഭൂതം. ഉണ്ണി, പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല. ഇതല്ല എന്റെ ഉണ്ണി. പെറ്റവരെന്നെ വഞ്ചിച്ച് പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ കണ്ണുകളും തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നങ്ങേലിയാണെ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലേ അമ്മ?
തോടകൾക്ക് കലവരപാടും കണ്ണങ്ങൾ അരുവിലെ കുക്കണിക്കായ കിരീടം തലയിലഞ്ഞ കരിമ്പൂർവം ചെത്തിന ജന്മണി കുത്തുമുലകളിൽ കീഴിടയും പൂവാല്യം പുറവടി വക്കടി മൂടിക്കിടക്കും ചെമ്പൻ പാർമുകൾ മുത്തോളം തോപ്പുകൾ നീരെ കാത്തിയരമൻ എത്തിയ വെള്ള പാവാട അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിക്കൂറും 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 അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിക്കൂറും